മിനിസ്റ്റർ ഇങ്ങനെ സമയം വൈകിക്കൊണ്ട് ഇരിക്കുകയാണ്. കാരണം പ്രതീക്ഷകളൊക്കെ ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ്. പക്ഷേ ടൈം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ ഗ്രൗണ്ടിൽ അത് എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട്, അങ്ങനെ ഒരു ഉറപ്പ് അങ്ങേക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ ബസിന്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു ലൊക്കേഷൻ മാപ്പ് വാങ്ങിച്ചിരുന്നു. അത് ഈ കമ്പനിക്കാർ, ബെൻസ് കമ്പനിക്കാർ കൊടുത്താണ്. അതുകൂടാതെ ഞങ്ങള് കർണാടക സർക്കാരിനോട് ഈ ലൊക്കേഷൻ, ഈ GPS ലൊക്കേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ അയച്ചു കൊടുത്ത ലൊക്കേഷൻ അനുസരിച്ചാണ് ഇപ്പൊ അവർ അന്വേഷണം നടത്തുന്നത്. ഇത് ആ ലൊക്കേഷന് കാണുമ്പോൾ കറക്റ്റ് അറിയാം, ഇത് നദിയിലല്ല, നദിയിൽ പോയിട്ടില്ല, നദിയിൽ പോയിട്ടില്ല, കരയിൽ മണ്ണിടിഞ്ഞതിന്റെ അടിയിലുണ്ടെന്നാണ് ഇപ്പൊ വിശ്വസിക്കുന്നത്. ലൊക്കേഷൻ അത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ലൊക്കേഷനിൽ ട്രാക്ക് ചെയ്ത് തന്നത് ഇതിന്റെ ലോറിയുടെ ഉടമയ്ക്ക് ബെൻസ് കമ്പനിക്കാരോട് ചോദിച്ച് വാങ്ങി തന്നതാണ്. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ ഇതേ സമയം തന്നെ കർണാടക ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനോടും ആവശ്യപ്പെട്ടു. ഈ ഉടമസ്ഥൻ എനിക്ക് അയച്ചു തന്നതാണ് ഈ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ മണ്ണിടിഞ്ഞ് ലോറിയുടെ മേളിൽ കിടക്കുകയാണെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുക. വെള്ളത്തിലേക്ക് ഇത് പോയിട്ടില്ല. വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ലോറി, തടികയറ്റിയ ലോറിയാണ്. 12 വീലുള്ള ഭാരത് ബെൻസിന്റെ ഫുൾ തടി കയറ്റിയിരിക്കുന്ന ലോറിയാണെന്നാണ് ഉടമസ്ഥൻ പറയുന്നത്. അപ്പൊ അത് ഒടിച്ചു പോകാനുള്ള സാധ്യത ഇപ്പൊ വെള്ളത്തിലില്ല എന്ന് നേവി കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ ഒഴുകിയിട്ടില്ല എന്ന് നേവി പറയുന്നു. അപ്പൊ ഈ മണ്ണിനടിയിലുണ്ടെന്നാണ് ഇതിന്റെ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ, ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് അവസാനം കിട്ടിയ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് മണ്ണിനടിയിലുണ്ട്. അതായത് റോഡിലേക്ക് ഇങ്ങനെ മലയിടിഞ്ഞ് വീണ് കിടക്കുന്ന ആ മണ്ണിനടിയിൽ. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി അവരിപ്പോ ഒരു 20 മീറ്റർ താഴെയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മിഷൻ കൊണ്ടുവരാൻ ഓൺ ദ വേ ആണ്. അത് വന്നാൽ മാത്രമേ ഇത് ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ശാസ്ത്രീയമല്ലാതെ മണ്ണ് മാറ്റിയാൽ വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ട്. മഴയുണ്ട്, കാലാവസ്ഥ ശരിയല്ല. അപ്പൊ വീണ്ടും ഇതെടുത്ത് ഒരു സയന്റിഫിക് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ ഇത് വീണ്ടും ഇളകി വരും. അത് രക്ഷാപ്രവർത്തനത്തിന് പോയ ജീവനെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് ആദ്യം ഈ അടിയിലുണ്ടോ നോക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ ഇപ്പൊ അവിടെ എത്തും. അടുത്ത ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ നല്ല നിലയിൽ അവരത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്നെ കുറച്ചു മുമ്പേയും അവിടുത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. എല്ലാം വളരെ ആക്റ്റീവായിട്ട് പോലീസും എല്ലാം രംഗത്തുണ്ട്. അവര് ഒരു സൈഡ് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ഈ രണ്ട് മലയിടിച്ചിലാണ്. രണ്ടാമത്തെ മലയിടിച്ചിന് അടിയിലാണ് ഇത് ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നത്. ഈ ലൊക്കേഷൻ വെച്ച് നോക്കിയാൽ ഈ റോഡും കാണിക്കുന്നുണ്ട്, നദിയിലല്ല. നദിയിലാണെങ്കിൽ ഇതിന്റെ മൊബൈൽ വർക്ക് ചെയ്യില്ല, വെള്ളത്തടിയിലാണെങ്കിൽ GPS വർക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. GPS വർക്ക് ചെയ്തിരുന്നത് ബാറ്ററി ലൈവ് ആയിരുന്നുകൊണ്ടാണ്. ബാറ്ററി എപ്പോഴും ഡ്രെയിൻ ചെയ്തിരുന്നോ അപ്പോഴും GPS നിൽക്കും. അപ്പൊ ഇതിന് ക്യാബിൻ എയർ കണ്ടീഷനാണ്. അപ്പൊ എന്തായാലും അർജുന ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പൊ അത് നമ്മൾ അതിനുവേണ്ടി നല്ലൊരു റിസൾട്ട് കിട്ടാനും നല്ലൊരു വാർത്ത കേൾക്കാനും വേണ്ടി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അവിടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് മിനിസ്റ്റർ. അപ്പോഴാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷമതകൾ, മാനസികമായിട്ടുള്ള ക്ഷമത, ഇതൊക്കെ ഈ ഇത്തരം ദുരന്തങ്ങളിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള മനുഷ്യൻ. അപ്പോൾ ഈ വാഹനത്തിലെ കൂടി ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, അതിന് പരുവപ്പെട്ട ഒരു സംവിധാനം ഒരാൾക്ക് തന്നെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ കൈകാര്യം ചെയ്യാൻ, ദുരന്തത്തിൽ ഇരയാകുന്നവർക്ക് പരിമിതമായ ചുറ്റുപാടുകൾ കൈകാര്യം ചെയ്യാവുന്ന ബാഹ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അതോ മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നോ ഇവരുമായി, കമ്പനിയുമായിട്ടൊക്കെ? ഞാൻ അവര് കർണാടക സംസ്ഥാനത്തിന്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടത് വണ്ടിയുടെ ഉടമസ്ഥൻ തന്നെയാണ്. ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം മാപ്പ് അയച്ചതാണ്. എവിടെയാണ് അവസാനം അവർ കേരളത്തിൽ ബേസ് ചെയ്ത വണ്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്ററി, അതായത് GPS-ന്റെ ഹിസ്റ്ററി എവിടെയൊക്കെ പോയി അത് നമുക്ക് കൃത്യമായി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയിൽ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇതിന്റെ ഒരു പൊസിഷൻ എടുത്തു തരണം. ഹിസ്റ്ററി കാണുമ്പോൾ അറിയാം ഇത് മൂവ് ചെയ്യുന്നത്. വെള്ളത്തിലാണെങ്കിൽ ഇത് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്തിട്ടില്ല എന്നാണ് വണ്ടിയുടെ ഉടമസ്ഥനും പറയുന്നത്. അന്ന് ആദ്യം കാണിച്ച അതേ സ്ഥലത്താണ് ഇത് ഇന്നലെ രാത്രി വരെയും ഈ GPS പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ അർത്ഥം മൂവ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ വെള്ളത്തിലാണെങ്കിൽ മൂവ് ചെയ്യുമല്ലോ, വെള്ളത്തിലല്ല, കരയിൽ തന്നെയാണെന്നാണ് അവർ നിഗമനം. കാരണം സിഗ്നൽ കാണിക്കുന്ന റോഡിന്റെ ഇടതുവശത്താണ്, റോഡിന്റെ മറുവശത്താണ്. നദി ഒഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സിഗ്നൽ കാണിക്കുന്നത്. ഇതൊക്കെ ഇവരൊക്കെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നൽകിയ വിവരങ്ങളാണ്. ഇതൊക്കെ നമുക്കും അറിയാം. നിഗമനങ്ങളിലേക്ക് പോകുമ്പോൾ 40ഓളം ടണ്ണ് ഭാരമുള്ള ഒരു വാഹനം എന്നൊക്കെ. അപ്പം ഈ നമ്മൾ നേരത്തെ ലഭിച്ച കയ്യിലുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് അവിടേക്ക് ചെല്ലുന്നത് എന്ന ഒരു പരിമിതിയൊക്കെ ഉണ്ട്. നമ്മളൊരു സർക്കാരിനെ ഒരു ദുരന്തമുഖത്ത് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇതിൽ ഇടച്ചിൽ വളരെ പ്രധാനപ്പെട്ടതായി ഒരു നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ മഴയാണ്, കടുത്ത മഴയാണ് അവിടെ. അപ്പൊ പ്രകൃതി കാലാവസ്ഥ ഇത് രക്ഷാപ്രവർത്തനം നടത്താൻ അനുകൂലമല്ല. കാരണം ഇത് മണ്ണ് അശാസ്ത്രീയമായി മാറ്റിയാൽ
10-18 JCB അവിടെ വർക്ക് ചെയ്യും വിറ്റാച്ചിയായിട്ട്. അത് മണ്ണ് വളരെയധികം മണ്ണാണ്. നമ്മളതിന്റെ ഒരു ഏരിയൽ വ്യൂ ചില ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രോൺ പിക്ചർ കാണിക്കുക. ആ ഡ്രോൺ പിക്ചറിൽ വീഡിയോയിൽ ശരിക്കും കാണാം വളരെ വലിയൊരു ഏരിയ ആണ് മണ്ണിടിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാറ്റണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ മെറ്റൽ ഡിറ്റക്ടർ വരുന്ന ലോറി അടിയിലുണ്ടോ എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ ആ ഭാഗം ചെയ്ത് ഈ GPS-ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കില്ല. ഒരു 10-15 മീറ്റർ അല്ലെങ്കിൽ ഒരു 30 മീറ്റർ വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴവര് എടുത്തുകൊണ്ടിരിക്കുന്ന എന്നോട് കളക്ടർ പറഞ്ഞത് ആ ഭാഗത്താണ് ഇവർ മണ്ണ് മാറ്റി തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞു. ഇപ്പൊ ഈ സ്ഥലത്തേക്ക് അവർ വരികയും ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഞാനാണ് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് കളക്ടർക്ക്. അപ്പൊ ആ ലൊക്കേഷൻ വെച്ചുകൊണ്ട് അവർ ആ ഭാഗത്ത് വർക്ക് തുടങ്ങിയെന്നാണ് കളക്ടർ എന്നോട് ഒരു അരമണിക്കൂർ പറഞ്ഞത്. നമുക്ക് വേണ്ടി ഒരുപക്ഷെ വേണ്ടി വന്നാൽ അവിടെ, കാരണം ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പരിധിക്കുള്ളിലാണ്, അപ്പോൾ ആ സ്റ്റേറ്റിലെ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുക. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു പരിമിതമായിട്ടുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ആവശ്യപ്പെട്ട് നമ്മുടെ ഫോഴ്സിനെ കൂടി അയക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള നീക്കങ്ങൾ അങ്ങനെയുള്ള നീക്കത്തിന്റെ ആവശ്യമില്ല. അവർ നന്നായി ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിത് പ്രായോഗികമായ വശം മനസ്സിലാക്കണം. ഈ മല ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. ഞാൻ ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് 3 മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ, ഒരു MVയെയും 2 AMEമാരെയും 10 മണിക്ക് മുമ്പ് തന്നെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് 280 കിലോമീറ്റർ ഉണ്ട് കാസർഗോഡ് നിന്ന് അവരങ്ങോട്ട് പോയി. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവര് കറക്റ്റ് വിവരങ്ങൾ തരും. അവര് നേരിട്ട് പോയി ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അവരവിടെ എത്തണം എന്നുള്ളതാണ് അവരെ വിട്ടത്. യൂണിഫോംഡ് ഫോഴ്സിനെ തന്നെ വിടാൻ കഴിയും. അവര് അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഒരു ഓതന്റിക് ആയിട്ടുള്ള മറുപടികളും അപ്രോച്ചും ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ വിട്ടത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, 2.5 മണിക്കൂറൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുള് മൂടുകയാണ്. പിന്നീട് ഈ പറയുന്ന റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ ഇരുൾ വീഴും. പിന്നീട് ഈ മണ്ണിൻ്റെയൊക്കെ തന്നെ വെള്ളം കൂടുതൽ പതിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ മണ്ണ് നീക്കലിനെ ഒക്കെ തന്നെ അത് ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കുക? എത്രയും പെട്ടെന്ന് മെറ്റൽ ഡിറ്റക്ടർ വന്നാൽ കാണാനും അർജുനെ രക്ഷിക്കാനും നമുക്ക് കഴിയുമെന്ന ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് നല്ലത്. ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്തു. സ്റ്റേറ്റിന് പുറത്തായിട്ട് പോലും കർണാടക സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഞാൻ പറഞ്ഞില്ലേ, 1/2 മണിക്കൂർ മുമ്പേ എന്നോട് അവിടുത്തെ റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം എന്നോട് ഒരു 20 മിനിറ്റുമായി സംസാരിച്ചത്. അത് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ എല്ലാ എഫർട്ടും എടുക്കുകയാണ്. അദ്ദേഹമാണ് ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹം എല്ലാ എഫർട്ടും എടുക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ശരി മിനിസ്റ്റർ.